നമസ്തേ ജഗൽപതേ നമസ്തേ രമാപതേ നമസ്തേ ദാശരഥേ നമസ്തേ സതാം പതേ നമസ്തേ വേദപദേ. നമസ്കാരം. ഇന്ന് കർക്കിടകം 25. നമ്മുടെ കൂടെ രാമായണ സത്സംഗത്തിലുള്ളത് ആചാര്യൻ ശ്രീ ഗോപിനാഥ് പുത്രുകയാണ്. ഇന്നത്തെ വിഷയം ലങ്കാ മർദ്ദനമാണ്. ലങ്കയിലെ സകല സാമഗ്രികളും തച്ചുടച്ചുകൊണ്ടാണ് ഹനുമാൻ സ്വാമി മുമ്പോട്ട് പോകുന്നത്. അദ്ദേഹത്തെ ബന്ധിക്കാൻ മേഘനാഥന് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കേണ്ടി വന്നത് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലങ്കാ മർദ്ദനം എന്ന് പറയുന്നത്, അല്ലെ? അതിനകത്ത് ദൂതന്റെ ഒരു ഉത്തരവാദിത്വവും ഒരു രാജ്യസഭ ദൂതനോട് കാണിക്കേണ്ട മര്യാദയെ കുറിച്ചൊക്കെ വിഭീഷണൻ ഇതിനകത്ത് പ്രതിപാദിക്കുന്നു. ദൂതനെ കൊല്ലാൻ രാജാവായ രാവണൻ ആജ്ഞാപിക്കുമ്പോൾ വിഭീഷണൻ പറയുന്ന ഒരു രംഗം, ദൂതനെ കൊല്ലാൻ പാടില്ല. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ മോറൽ സൈഡിലേക്കല്ലേ നമ്മുടെ രാജ്യം അനുഷ്ഠിച്ചു വന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും അനുഷ്ഠിക്കേണ്ടതായ ചില കാര്യങ്ങളല്ല. അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. അല്ലെ, ലങ്കാമർദ്ദനം എല്ലാവർക്കും അറിയാം. ഹനുമാൻ ലങ്കയിൽ ചെന്ന് രാവണന്റെ ആ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതിന് ലങ്കയെ ചുട്ടുചാമ്പലാക്കുന്നു. ആ ഒരു ഭാഗമാണ് ലങ്കാമർദ്ദനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ലങ്ക നിന്ന് കത്തുമ്പോൾ കവി പോലും പറയുന്നത് വിബുധപതിയോടു നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമകമികാധിയ പാപകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു എന്ന് പറയുന്നു. ലങ്ക അഗ്നിക്കിരയായപ്പോൾ ആ അഗ്നിനാളങ്ങളെ കണ്ടപ്പോൾ വിബുധപതിയോട് ദേവേന്ദ്രനോട് നിശിചരാലയം വെന്ത വൃത്താന്തമെല്ലാം അറിയിക്കാനായിട്ട് ഞാൻ മുമ്പേ എന്ന ആ ഒരു ഭാവത്തിൽ അഗ്നിജ്വാലകൾ മുകളിലേക്ക് ഉയർന്നു പോയി എന്ന് പറയും. അത് കവി പറയുന്ന അങ്ങനെയാണ് എഴുത്തച്ഛൻ. അഹമഹമികാധിക എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ. ആരാണോ മുമ്പിൽ എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ അഗ്നിജ്വാലകൾ ആകാശത്തോളം ഉയർന്നു ചെന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം രാമദൂതന്റെ മഹത്വം എന്താണ്. ഒരു രാമദൂതന് മാത്രമേ, ധർമ്മബോധമുള്ള ഒരു രാമദൂതന് മാത്രമേ അങ്ങനെ ആ രാക്ഷസന്റെ രാജധാനിയിൽ ചെന്ന് ആരെയും ഭയക്കാതെ ആ ലങ്കയെ ചുട്ടടിക്കുവാൻ സാധിക്കൂ. അതിൽ പരം ഇതിനെപ്പറ്റി ഒന്നും വിശേഷിപ്പിക്കാനില്ല. കാരണം ഹനുമാൻ ദേവിയെ ദർശിച്ചതിന് ശേഷം തന്റെ സാന്നിധ്യം അറിയിക്കുന്നതിന് അദ്ദേഹം അവിടെ ചില പ്രവർത്തനങ്ങളെല്ലാം നടത്തി ലങ്കയിൽ. കാരണം സീതാദേവിയെ കണ്ടപ്പോൾ താനിവിടെ വന്നിട്ടുണ്ട്, രാമന്റെ ദൂതൻ ലങ്കയിലെത്തി, അത് എല്ലാവരെയും അറിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ രാജധാനിയിൽ അദ്ദേഹം ചില കോലാഹലമൊക്കെ സൃഷ്ടിച്ചത്. അവസാനം രാക്ഷസന്മാർക്ക് ഹനുമാനോട് ഏറ്റുമുട്ടേണ്ടി വന്നു. പക്ഷെ ഹനുമാനോട് ഏറ്റുമുട്ടിയാൽ ജയിക്കില്ല. അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയും രാമദാസനും ഒക്കെയാണ്. ഒടുവിൽ രാവണന്റെ മകൻ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രബന്ധനം നടത്തി ഹനുമാനെ കീഴ്പ്പെടുത്തിയാലുണ്ടായത്. ആണ് ശക്തി എന്ന് പറയുന്നത്. കാരണം വെറും ദൂതൻ മാത്രമല്ല, ആ ജഗദ്ഗുരുവായ രാമചന്ദ്രനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്ന ഹനുമാനെ തോൽപ്പിക്കുവാൻ ലോകത്താർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഹനുമാൻ ചിരഞ്ജീവിയായി ജീവിക്കുന്നത്. ഹനുമാന്റെ ഭാവത്തിന് മരണമില്ല, ആഞ്ജനേയന് മരണമില്ല, ചിരഞ്ജീവിയാണ്. ഇന്നും നമ്മുടെ ഉള്ളിൽ ചിരഞ്ജീവിയായി ആഞ്ജനേയൻ കുടികൊള്ളുന്നു. അതുകൊണ്ട് ബ്രഹ്മാസ്ത്രത്തെ അദ്ദേഹം നമസ്കരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് കീഴ്പ്പെടുത്തി രാവണന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഏതായാലും രാവണന് ഹനുമാനെ അവമാനിക്കണമെന്ന് ആഗ്രഹം തോന്നി. ആദ്യം ഇവനെ വധിച്ചു കളയാനാണ് തീരുമാനിച്ചത്. പക്ഷെ വിഭീഷണൻ പറഞ്ഞു ദൂതനെ കൊല്ലുവാൻ പാടില്ല. അതൊക്കെ നമ്മുടെ രാജനീതിയുടെ ഭാഗമാണ്. ദൂതന്മാരെ ഒരിക്കലും വധിക്കാൻ പറ്റില്ല. പക്ഷെ രാവണൻ വിചാരിച്ചാലും ഹനുമാനെ വധിക്കാൻ സാധിക്കില്ല. ഹനുമാൻ അത്രമാത്രം ശക്തനാണ്. എങ്കിലും ഇവനെ അവമാനിച്ചു വിടണം. അതാണ് അദ്ദേഹത്തെ ഈ
തീ കൊളുത്തി അവമാനിക്കാൻ ഉള്ള ഒരു പദ്ധതി തയ്യാറാക്കിയത്. അത് ആ അവമാനിക്കൽ എന്ന് പറയുന്നത് ഹനുമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. വെറും ദൂതനല്ല അദ്ദേഹം, രാമദൂതനാണ്. സാധാരണ ഒരു ദൂതനല്ല. അപ്പോ രാമദൂതനെ അപമാനിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ലക്ഷണമൊത്ത ഒരു ദൂതൻ എന്ന് പറയുന്നത് എപ്പോഴും ആത്മാഭിമാനിയായിരിക്കും, ധർമ്മബോധമുള്ളവനായിരിക്കും. അദ്ദേഹം ഇവിടെ നമ്മൾ പറയുമ്പോൾ, ഹനുമാനെ പറ്റി പറയുമ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരി കൂടിയാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് തന്റെ വർഗത്തിന്റെ, വാനര വംശത്തിന്റെ ആത്മാവിനേറ്റ മുറിവ് ഹനുമാൻ തന്നെ ലങ്കാദഹനത്തിലൂടെ കാണിച്ചു കൊടുത്തു. അതാണ് അതിന്റെ പ്രത്യേകത. മനസ്സിലായില്ലേ? തന്റെ വംശം, വാനരവംശം എന്ന് പറയുന്ന ലോകോത്തര വംശത്തിനേറ്റ, അവരുടെ ആത്മാവിനേറ്റ മുറിവിനുള്ള പ്രതികാരമായിട്ട് ആഞ്ജനേയൻ ആ ലങ്കയെ ദഹിപ്പിച്ചു എന്നർത്ഥം. പക്ഷെ അവിടെയും സത്യത്തിന് പ്രാധാന്യം കൊടുത്തു. വിഭീഷണൻ എന്നൊരു മഹാനുണ്ട് അവിടെ. ആ വിഭീഷണന്റെ കൊട്ടാരത്തിന് മാത്രം ഒന്നും സംഭവിച്ചില്ല. കാരണം വിഭീഷണൻ അങ്ങനെയാണ്. അത് പിന്നെ നമുക്ക് പറയാം. രാവണന്റെ അനുജനാണെങ്കിലും വിഭീഷണൻ ആരാണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം പറയാം. അപ്പോ തെറ്റുകളിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന വ്യക്തിയാണ്. അപ്പോ വിഭീഷണന്റെ വാക്കിലൊന്നും അവിടെ പ്രസക്തിയില്ല. അദ്ദേഹം രാക്ഷസ രാജാവാണ്. ആ രാക്ഷസ രാജാവായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളതൊക്കെ മുൻ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇവിടെ ആഞ്ജനേയന്റെ മുമ്പിൽ വാസ്തവത്തിൽ രാവണപ്രഭു പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എല്ലാവരും പറയും ഞാൻ രാവണപ്രഭുവാണ് എന്നൊക്കെ പറയും. പക്ഷെ ഏത് രാവണപ്രഭുവും രാമഭക്തന്റെ മുമ്പിൽ പരാജയപ്പെടും എന്നുള്ളതിന്റെ ഒരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. ഒരു നേർചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാവണന് ആധിപത്യമുണ്ട്, പ്രഭുത്വമുണ്ട്, പലതുമുണ്ട്, കഴിവുകളുമുണ്ട്, പണ്ഡിതനാണ്, 4 വേദങ്ങളിലും പാണ്ഡിത്യമുണ്ട്, സാമവേദത്തിൽ പ്രത്യേകം പാണ്ഡിത്യമുണ്ടെങ്കിലും ഈ നൈഷ്ഠിക ബ്രഹ്മചാരിയായ ആഞ്ജനേയന്റെ ആ രാമമന്ത്രത്തിൽ ഉറച്ച ജീവിതം ഇല്ല. കാരണം രാമമന്ത്രം എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമാണ്. രാമമന്ത്രോപാസന നിരന്തരം ചെയ്യുന്ന ആഞ്ജനേയനെ കീഴ്പ്പെടുത്തുവാൻ ലോകത്താർക്കും സാധ്യമല്ല. അഥവാ അദ്ദേഹത്തെ അപമാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതികാരം അദ്ദേഹം ചെയ്തിരിക്കും എന്നുകൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം. രാവണ സഭയിലും അദ്ദേഹം കാണിച്ചു കൊടുത്തു, ലങ്കാമർദ്ദനത്തിലും അദ്ദേഹം കാണിച്ചു കൊടുത്തു. താൻ രാമദൂതനാണ്. രാമദൂതോഹം രാമസ്യ കൗസലേന്ദ്രസ്യ രാമസ്യ ഞാൻ ദാസോസ്മ്യകം, രാമന്റെ ദാസനാണ് ഞാനെന്ന ആ സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഹനുമാൻ തന്റെ ചൈത്രയാത്ര തുടരുന്നു. ആ ആഞ്ജനേയ മഹാപ്രഭുവിന് നമ്മുടെ ശതകോടി പ്രണാമങ്ങൾ. ഇവിടെ 25ാമത്തെ എപ്പിസോഡ് ഭാഗം അവസാനിക്കുമ്പോൾ അത് സുന്ദരകാന്ഡത്തിന് അവസാനമാവുകയാണ്. നമ്മൾ അടുത്തത് യുദ്ധകാന്ഡത്തിലേക്ക് കടക്കുകയാണ്. യുദ്ധത്തിനു മുമ്പുള്ള എല്ലാ പ്ലോട്ടുകളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സീത എവിടെയുണ്ടെന്നും സീത എന്ത് ചെയ്യുന്നുവെന്നും സീത തന്ന അടയാളവുമായി ലങ്കാമർദ്ദനം കഴിഞ്ഞ് ഹനുമാൻ സ്വാമി നേരെ ശ്രീരാമ സവിധത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. നാളെ നമുക്ക് യുദ്ധകാന്ഡവുമായി തുടങ്ങാം. നമസ്കാരം. നമസ്തേ ജഗൽപതേ, നമസ്തേ രമാപതേ.